അതിന് വേണ്ടിയിട്ട് ഏത്തക്കായ എടുക്കേണ്ട നല്ല വിളഞ്ഞ കാ നോക്കി എടുക്കണം. ഇത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം സെൻറ്റർ പോർഷനിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടായാലും അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടായാലും എടുക്കുമ്പോൾ നമ്മൾ ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനെ നമുക്ക് ഓരോന്നായിട്ടങ്ങ് എടുത്തിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇതിനെ അങ്ങ് കോരി മാറ്റാം. നേരത്തിന് നമുക്ക് അരി പൊടിച്ചെടുക്കാം. എടുത്താൽ മതി. ഇതിനെ ഒന്ന് മൂപ്പിച്ച് അരി പൊട്ടി വരൂലേ, ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഇതുണ്ടല്ലോ, അതിനെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്കും, ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും, 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, ചരിപ്പൊടിയും കൂടി ഇട്ടുകൊണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നുള്ളുപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ശരി.